സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. അപ്പം നമ്മുടെ ഫ്രണ്ടിന് പോകാതിരിക്കാൻ എപ്പോഴും നല്ലത് റിയൽ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യാം. അവരെ സംബന്ധിച്ച് അത് ആലോചിക്കാനേ പറ്റില്ല. അത് ശരിയാ, അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ. ഈ NTRന് ഈ ഫ്ലോറും ഈ മതിൽക്കെട്ടും വിട്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്യണ കാര്യം ആലോചിക്കാനേ പറ്റില്ല. വിജയ്ക്ക് അത്രയും അണ്ണാവെ പറ്റി പറഞ്ഞ കുടം ഒരു പാക്കറ്റ് ഒരു പെട്ടിയോ ചുമക്ക അറിയാത്ത ആൾക്കാരാണ് ഇവര്. தம்பி ஒன்றும் பொய் சொல்லலையே. யாரு சொன்னா என்ன சொல்றதுல பாயிண்ட் இருந்தா நம்ம எடுத்துக்கணும்ல. ആരും സമ്മതിക്കില്ലെന്ന് ഇവരെ കയ്യിൽ നിന്ന് ഒരു മൂടി തെറിച്ച് പോയി അത് എടുക്കാൻ സമ്മതിക്കില്ല. 20 പേരൊന്നും എടുക്കുന്നത് നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. ഡോറ് തുറക്കാൻ പോയി കഴിഞ്ഞാൽ 20 കൈ വരും ഇവിടെ തുറക്കാൻ. പിന്നെ ഇങ്ങനെ ഒരു കുടം വെള്ളത്തിന്റെ വെയിറ്റ് ഇവർക്ക് അറിയാം. ഒരു പ്രത്യേക ജീവിതല്ലേ. പക്ഷേ ഇവിടെ ഇപ്പൊ പ്രശ്നം അതല്ല. പിന്നെന്താ? അതുകൊണ്ടല്ലേ നിസാരമായിട്ട് തന്നെ തൂക്കി പിടിച്ചോണ്ട് പോയത്. മനസ്സിലായോ ബീച്ചില്? ഫ്ലാഷ് ബാക്ക്. ഇത് കലാപരല്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. എനിക്കും തോന്നിയത് ലോജിക്കലി അത് കറക്റ്റ് അല്ല അവിടെ ആ ബോഡി ലാംഗ്വേജ് അല്ലേ? അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. തോളിയപ്പോ എല്ലാവരും എന്നെ തോന്നണം. നല്ല മടക്കൊണ്ട് വരാത്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. ആരെയാ കളിയാക്കണ്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.